ഈ വർഷത്തെ കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ബ്രസീൽ കൊളംബിയയെ നേരിടും. ജൂലൈ 3 ഇന്ത്യൻ സമയം രാവിലെ 6:30 മണിക്കാണ് ബ്രസീൽ കൊളംബിയ മത്സരം. ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ ബ്രസീലിന് കൊളംബിയക്കെതിരായ മത്സരം അത്ര എളുപ്പമാകില്ല. നേരത്തെ തന്നെ കോപ്പ അമേരിക്കയുടെ രണ്ടാം റൌണ്ടിലേക്ക് കടന്ന കൊളംബിയക്കെതിരെ സമനില നേടിയില്ലെങ്കിൽ ബ്രസീൽ കോപ്പ അമേരിക്കയിൽ നിന്ന് പുറത്താകുമെന്നതാണ് വസ്തുത. ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയ്ക്കെതിരെ ഗോൾരഹിത സമനില വഴങ്ങിയ ബ്രസീൽ രണ്ടാം മത്സരത്തിൽ പരാഗ്വേക്കെതിരെ 1-4 ഗോളുകൾക്ക് വിജയിച്ചിരുന്നു. അതേസമയം ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച കൊളംബിയ തങ്ങളുടെ സമീപകാലത്തെ ഏറ്റവും മികച്ച ഫോമിലാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൂയിസ് ഡയസും ജെയിംസ് റോഡ്രിഗസും യാറി മിനിയും അടങ്ങുന്ന കൊളംബിയ ടൂർണമെന്റ് ഫേവറിറ്റുകൾ കൂടിയാണ്. അതേസമയം ബ്രസീൽ അത്ര നല്ല ഫോമിലല്ല കോപ്പയിലേക്ക് എത്തിയത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കഴിഞ്ഞ നവംബറിൽ 1-2 ഗോളുകൾക്ക് കൊളംബിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതുവരെ കൊളംബിയയും ബ്രസീലും തമ്മിൽ 36 തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 21 തവണയും വിജയിച്ചത് ബ്രസീലായിരുന്നു. 4 തവണ കൊളംബിയ വിജയിച്ചപ്പോൾ 11 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. അവസാനത്തെ മത്സരം വിജയിച്ചതും കൊളംബിയയാണ്. 2015 ശേഷമുള്ള ആദ്യ വിജയമായിരുന്നു അത്. ഇതുവരെ നടന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റുകളിൽ 11 തവണയാണ് കൊളംബിയയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിൽ 8 തവണ ബ്രസീൽ വിജയിച്ചപ്പോൾ 2 വിജയം കൊളംബിയോടൊപ്പമായിരുന്നു. 1 മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. പരാഗ്വേക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിയ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഫോമിലേക്ക് വരുന്നതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ. ഏതായാലും മികച്ച മത്സരം തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.